കോതമംഗലത്ത് സോന എന്ന് പറയുന്ന പെൺകുട്ടി ആത്മഹത്യ ചെയ്യാനിടയായ സാഹചര്യം ഒരു ലവ് ജിഹാദാണ്. അത് ഈ പ്രതിയായിട്ടുള്ള പ്രതി ചേർക്കപ്പെട്ടുള്ള റമീസ് ഒടുവിൽ സമ്മതിക്കുന്നതിന് തുല്യമായിട്ടുണ്ട്. ഇതേ തുടർന്ന് ഇപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസികൾ വ്യാപകമായിട്ട് അന്വേഷണം ആരംഭിച്ചപ്പോൾ ഈ ഉത്തർപ്രദേശിൽ നിന്ന് ഇതിന് സമാനമായ ചില കാര്യങ്ങളൊക്കെ വരുന്നു. അതായത് മുസ്ലിം നാമധാരിയായ ആൾ ഷാദി പോലെയുള്ള ഈ വിവാഹ സൈറ്റുകളിൽ പേര് രജിസ്റ്റർ ചെയ്യുന്നു. പിന്നീട് അവർ പേര് മാറ്റി ഹിന്ദു നാമധാരിയായി മാറുന്നു. എന്നിട്ട് സ്ത്രീകളെ ഉപദ്രവിക്കുന്നു, പണം തട്ടിയെടുത്തു. ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഇതിനെക്കുറിച്ച് വിശദമായ ഒരു വാർത്തയുണ്ട്. അഹമ്മദ് മാഷ് ശ്രദ്ധിച്ചിരുന്നത്? കണ്ടിരുന്നു ഞാൻ. ഇതിൽ രണ്ട് പ്രധാനപ്പെട്ട പാഠമാണ്. ഒന്ന്, ഈ ലവ് ജിഹാദ് ഉണ്ടോ എന്ന് നമ്മുടെ നാട്ടിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന കുറേ ആളുകളുണ്ട്. ലവ് ജിഹാദ് ഇല്ല എന്ന് പറയാൻ അവരെ പ്രേരിപ്പിക്കുന്നത് ഈ വിശുദ്ധ മനസ്സുമായി ജീവിക്കുന്ന പാവപ്പെട്ട മുസൽമാനെയാണ് ഈ ആക്ഷേപിക്കുന്നത് എന്നുള്ള അർത്ഥത്തിലാണ്. അങ്ങനെയല്ല. യഥാർത്ഥത്തിൽ ക്രിമിനൽ മനസ്സുമായി ജീവിക്കുന്ന, തട്ടിപ്പ് കൊണ്ട് മാത്രം ജീവിച്ചു പോകുന്ന ഒരുപാട് കുറ്റവാളികൾ ഒരേ സമയം ഈ ലവ് ജിഹാദ് പോലെ മതം മാറ്റത്തിൻ്റെ ആഗോള ഏജൻസികളെ ഉപയോഗിക്കുന്നു. ആ ഏജൻസികൾ ഇവരെയും ഉപയോഗിക്കുന്നു. അങ്ങനെ ഒരു നെറ്റ്വർക്ക് ഇന്ത്യയിൽ ഉണ്ട് എന്ന് എത്രയോ പേര് പറഞ്ഞിട്ടുണ്ട്. ഇത് പലപ്പോഴും കോടതികൾ കേസ് വന്നോ, എത്ര എണ്ണം വന്നു എന്നുള്ളതേ നമ്മൾ നോക്കാറുള്ളൂ. പക്ഷേ കോടതികൾ വന്നതിനേക്കാൾ എത്രയോ കൂടുതലാണ് യഥാർത്ഥ സംഭവം. അതിൻ്റെ ഏറ്റവും നല്ല വാർത്തയാണ് ഇപ്പോൾ നമ്മൾ ഈ കോതമംഗലം കേസ് കേരളത്തിൻ്റെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ്, ചർച്ചയ്ക്ക് വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് വാരാണസിയിൽ നിന്ന് ഈ വാർത്ത വരുന്നത്. വാരാണസിയിലെ വാർത്ത വളരെ വിശദമായിട്ട് ഇന്ത്യൻ എക്സ്പ്രസ് കൊടുത്തിട്ടുണ്ട്. സത്യം ഒരു അവിശ്വാസവും അതിനകത്തില്ല. പോലീസ് രജിസ്റ്റർ ചെയ്ത കേസാണ്. മാത്രമല്ല അയാൾ തന്നെ വെളിപ്പെടുത്തിയ കേസാണ്. ഈ പ്രതി, അദ്ദേഹത്തിൻ്റെ പേരെന്തായിരുന്നു? മുഹമ്മദ് റിസ്വി, അതായത് മുഹമ്മദ് ഷറഫ് റിസ്വി എന്നാണ് അയാളുടെ പേര്. തട്ടിപ്പുകാരനാണ്. തട്ടിപ്പിൻ്റെ പല വഴികളിൽ അവസാനം കണ്ടെത്തുന്ന ഏറ്റവും സുരക്ഷിതവും ഏറ്റവും സമർത്ഥവുമായ വഴിയാണ് ഈ ലവ് ജിഹാദ്. മുഹമ്മദ് ഷറഫ് റിസ്വി യഥാർത്ഥത്തിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ആദ്യം അയാൾ ഒരു ഫേസ്ബുക്ക് പ്രൊഫൈൽ തുടങ്ങി, മുഹമ്മദ് ഷറഫ് റിസ്വി. അപ്പോൾ അയാൾക്ക് സാധാരണ വരുന്ന ഫ്രണ്ട് റിക്വസ്റ്റ് പരമാവധി വന്നത് 500. അപ്പോൾ അയാൾക്ക് ഇത് പോരാ, അയാളുടെ തട്ടിപ്പിനെ പറ്റിയവരൊന്നും, പ്രത്യേകിച്ച് സ്ത്രീകളൊന്നും വല്ലാതെ ആകർഷിക്കുന്നില്ല. അപ്പോൾ അയാൾ കണ്ടെത്തിയ അടുത്ത വഴിയാണ്, അതായത് സമ്രാട് സിംഗ് എന്ന പേരിൽ അയാൾ ഒരു പ്രൊഫൈൽ തുടങ്ങി. അപ്പോൾ നോക്കുമ്പോൾ അതിന് ചേർന്ന പടമൊക്കെ ഇട്ടപ്പോൾ വലിയ തോതിൽ ഫ്രണ്ട് റിക്വസ്റ്റ് കൂടി, പ്രത്യേകിച്ച് സ്ത്രീകൾ വന്നു. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം വേറെ 2 ഫേക്ക് പ്രൊഫൈൽ, അജയ് കുമാർ, വിജയ് കുമാർ എന്ന് വെച്ചാൽ ഹിന്ദുക്കളുടെ പേരിൽ അല്ലെങ്കിൽ സിഖുകാരുടെ പേരിൽ, മുസ്ലിം പേരല്ലാത്ത സ്വന്തം യഥാർത്ഥ മുസ്ലിം ഐഡൻറ്റിറ്റി മറച്ചു വെച്ചിട്ട് മറ്റു ജാതി പേരുകൾ, മറ്റു സമുദായ പേരുകളിൽ പ്രൊഫൈൽ വരുമ്പോൾ ആളുകൾ ആകർഷിക്കുന്നു. കാരണം ഇത് തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. ഇപ്പോൾ UP തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ വിവാഹത്തിന് കാത്തിരിക്കുക ഹിന്ദു യുവതികളായിരിക്കുമല്ലോ. അവർ ബന്ധപ്പെടാൻ തുടങ്ങിയപ്പോൾ 100ഓളം പേര് ഇയാളെ, ഇപ്പോൾ മാത്രമല്ല ഷാദി.com പോലുള്ള സൈറ്റുകൾ ചെയ്യുന്നൊരു പണി, ഇവർക്ക് കൂടുതൽ കാശ് കൊടുത്താൽ പ്രൈം മെമ്പർഷിപ്പോ എന്തോന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്പർ കൊടുക്കും, ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ വിളിക്കാൻ തുടങ്ങി, പരസ്പരം കാണാൻ തുടങ്ങി. പ്രത്യേകിച്ചും വിവാഹം കാത്തു നിൽക്കുന്ന സ്ത്രീകളൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ അവർ ബന്ധപ്പെടാൻ തുടങ്ങി. പലരുമായിട്ടും ഇയാൾ ഫിസിക്കൽ റിലേഷൻ വിവാഹത്തിന് മുമ്പ് തന്നെ ഫിസിക്കൽ റിലേഷൻ ഉണ്ടാക്കി. ആ കൂട്ടത്തിൽ ആ റിലേഷൻ്റെ ആ ഇൻറ്റിമസിയുടെ പുറത്ത് ഇയാൾ പണം തട്ടാൻ തുടങ്ങി. വലിയ തോതിൽ പണം തട്ടിയിട്ട് പിന്നെ ഫോൺ എടുക്കാതായി, കട്ട് ചെയ്യും. അപ്പോൾ മിക്കവാറും മാനക്കേട് ഭയന്നിട്ട് പറ്റിക്കപ്പെട്ടു എന്ന് അറിയുമ്പോൾ പല കുടുംബങ്ങളും മിണ്ടൂല, അവരത് അവഗണിക്കും. അങ്ങനെ അയാൾക്ക് കിട്ടുന്ന കാശൊക്കെ ലാഭം. 100ഓളം സ്ത്രീകൾക്ക് ഇതുപോലെ ഇയാൾ ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട്. 100ഓളം പേർക്ക് ആ വാർത്ത പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ചിലർ ഇതിന് പിന്നാലെ കൂടുമല്ലോ, അങ്ങനെ വിട്ടാൽ പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നാലെ കൂടിയാൽ പിന്നെ അയാൾ ചെയ്യുന്ന പണി ഫിസിക്കൽ റിലേഷൻ ഉണ്ടാക്കിയെടുത്തിട്ട് പണവും പറ്റിക്കഴിഞ്ഞിട്ട് ഇയാൾ സ്വകാര്യമായിട്ട് അവരോട് വെളിപ്പെടുത്തും, ഞാൻ മുഹമ്മദ് ഷറഫാണ്, എന്നോട് കളിച്ചാൽ എന്ന് പറഞ്ഞിട്ട്, ഇനി നിങ്ങൾക്ക് എന്നെ വിവാഹം ചെയ്യണം, ഒറ്റ വഴിയേ ഉള്ളൂ, നിങ്ങൾ ഇസ്ലാമിലേക്ക് മതം മാറണം. തുറന്നങ്ങനെ പറയാണ്. അതിന് അയാൾക്ക് ധൈര്യമുണ്ട്, അതിന് പിന്നാലെ പിൻബലം ഉണ്ടാവും, അയാളുടെ പിന്നിലെ ആളുകൾ ഉണ്ടാവും, ശക്തി ഉണ്ടാവും, പ്രസ്ഥാനങ്ങൾ ഉണ്ടാവും, പണമുണ്ട്. രാജ്യാന്തര തലത്തിൽ ഇത് തീർച്ചയായിട്ടും ഇത് രാജ്യാന്തര തലത്തിൽ ബന്ധങ്ങളുള്ള മതപരിവർത്തനത്തിൻ്റെ ഒരു റാക്കറ്റാണ് എന്ന്. അത്തരം റാക്കറ്റുകളുണ്ട്. അവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഇത്തരം ക്രിമിനൽസിനെയാണ്. ഈ ക്രിമിനൽസിന് ഏതെങ്കിലും മതം ഉണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. എന്തായാലും ഇസ്ലാമിൻ്റെ പേരിലാണ് ഇത് നടക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇപ്പോൾ ഒടുവിൽ കണ്ടത് 12 പേരെ ഇങ്ങനെ നിവൃത്തികേടുകൊണ്ട് 12 പേര് ഇയാളെ വന്ന് പ്രഷർ ചെയ്തപ്പോൾ ഇയാൾ എന്നാൽ മതം മാറിക്കോ. അപ്പോൾ ആളുകൾ മാനമുണ്ടെങ്കിൽ സാധാരണഗതിയിൽ മതം മാറാൻ എളുപ്പമല്ലല്ലോ പെൺകുട്ടിക്ക്. അങ്ങനെ ചില കുടുംബങ്ങൾ 12 പേര് ഞാൻ മുഖേന മതം മാറിയിരിക്കുന്നു എന്ന് ഇന്നലെ പോലീസിനോട് ഇയാൾ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇതാണ് വസ്തുത. അപ്പോൾ ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന. ഇപ്പോൾ 12 പേര് അപ്പോഴാണ് അയാൾ പിടിച്ചപ്പോൾ 5 ലക്ഷം രൂപയാണ്. അവരോട് ആലോചിച്ച് നോക്കൂ. UP നമ്മുടെ നാട്ടിലെ 5 ലക്ഷം അല്ല കേട്ടോ, UP 5 ലക്ഷം എന്ന് പറഞ്ഞാൽ ചെറിയ സംഖ്യയല്ല.
അപ്പോൾ ഇങ്ങനെ ഒരു കേസിൽ പെട്ടിട്ട് 5 ലക്ഷം രൂപ നഷ്ടപ്പെട്ട 5 ലക്ഷം രൂപയും പിന്നെ സ്വർണം അങ്ങനെ എന്തെങ്കിലും ബാക്കിയുള്ളതൊക്കെ ഒന്ന് പുറത്തു പറഞ്ഞ കണക്ക് മാത്രം 5 ലക്ഷം രൂപ നഷ്ടപ്പെട്ട ഒരു കുടുംബം പോലീസിൽ പരാതിപ്പെട്ടപ്പോഴാണ് ഇയാളെ പൊക്കുന്നത്. ഇയാളെ പൊക്കുമ്പോൾ അയാൾ സത്യം പറഞ്ഞു, ഞാൻ സമ്രാട് സിംഗ് അല്ല, ഞാൻ അജയ് കുമാർ അല്ല, ഞാൻ വിജയ് കുമാർ അല്ല, ഞാൻ മുഹമ്മദ് ഷറഫ് റിസ്വിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത്തരക്കാരില്ല എന്ന് എന്തിനാണ് നമ്മുടെ സമൂഹത്തിലെ ബുദ്ധിജീവികളും സമുദായ നേതാക്കന്മാരും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? വിശ്വാസമുള്ള ഭക്തന്മാരായ, ദൈവത്തെ പേടിയുള്ള, മാന്യന്മാരായ, സംസ്കാരമുള്ള മനുഷ്യരെക്കുറിച്ചല്ലല്ലോ ഈ ആക്ഷേപം. ഇത്തരം ക്രിമിനലുകൾ നമ്മുടെ നാട്ടിൽ വ്യാപകമായി വരുന്നുണ്ട്. എന്താ കോതമംഗലത്തെ കേസ്? ഇത് തന്നെയല്ലേ? കോതമംഗലത്തെ കേസ് അക്കുട്ടി തന്നെ പിടിച്ചിട്ടുണ്ട് നേരത്തെ. ആ കുട്ടി എന്താണ് ആ പെൺകുട്ടിയുടെ പേര്? സോന എന്നാണ് പേര്. ക്രിസ്ത്യൻ പെൺകുട്ടിയല്ലേ? ആ കുട്ടി തന്നെ ഇവനെ നേരെ പിടിച്ചതാണ്. ഇവന്റെ ഇമോറൽ ട്രാഫിക്കും വ്യഭിചാര കേസുകളും ഒക്കെ. എന്നിട്ടും ഞാൻ അവനോട് പൊറുത്തു എന്ന് പറഞ്ഞിട്ടാണ് ആ കുട്ടി പോകുന്നത്. പക്ഷേ എന്നിട്ടും പറയുന്നത് ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല എന്ന് കേരളത്തിൽ ഉറപ്പിച്ച് സർക്കാരുകൾ പറയുന്നു. ഇപ്പോൾ ദേശീയ തലത്തിൽ അന്വേഷിക്കുമ്പോൾ അവിടെ ഈ സംഭവം ഉണ്ടാകുന്നു. അപ്പോൾ കൃത്യമായൊരു നെറ്റ്വർക്ക് അവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. ആണ്, യാതൊരു സംശയവുമില്ല. പക്ഷേ ഇത് പറയേണ്ടത് കോടതികളല്ല, നമ്മൾ കോടതികളെ ഡിപ്പെൻഡ് ചെയ്യുകയാണ്. എന്നിട്ട് കോടതി പറഞ്ഞോ, തെളിവുണ്ടോ? നമ്മൾ ജസ്റ്റിസ് ശങ്കരൻ ഇവിടെ പണ്ടൊരു വിധി പറഞ്ഞല്ലോ, ഇത് കോടതികൾ എത്തുന്നില്ലെങ്കിൽ പോലും യാഥാർത്ഥ്യമാണ്. അപ്പോൾ ആ ജസ്റ്റിസിന് നേരെ തിരിഞ്ഞു. ഇപ്പോൾ ഇത് കോടതിയിലല്ല, യഥാർത്ഥത്തിൽ സോഷ്യൽ ഓഡിറ്റാണ് നടക്കേണ്ടത്. ഈ ലവ് ജിഹാദ് ഉണ്ടോ ഇല്ലേ എന്ന് ചോദിക്കേണ്ടത് കോടതിയിൽ എത്ര കേസ് വന്നു നോക്കിയിട്ടില്ല. ഇതിൽ ഒരുപാട് ഘടകങ്ങളുണ്ടല്ലോ. കോടതിയിൽ പോകുന്നതിന് മുമ്പ് കുടുംബത്തിന്റെ അന്തസ്സുണ്ട്, കുട്ടിയുടെ ഭാവിയുണ്ട്, പെൺകുട്ടിയാണല്ലോ, കുട്ടിയുടെ ഭാവിയുണ്ട്, ഇങ്ങനെ കുറെ കേസുകളുണ്ട്. ഇപ്പൊ പിടിക്കപ്പെട്ട കേസുകൾ കുറച്ചാണെങ്കിൽ നമ്മുടെ മുമ്പിലില്ലേ? അത് 5 ആണോ 5000 ആണോ എന്നതല്ലേ ഉള്ളൂ തർക്കം. പക്ഷേ ഈ 5 നമ്മുടെ കേസ് കോടതിയിൽ വരുമ്പോഴും 5 എണ്ണമെങ്കിലും നമ്മുടെ അന്വേഷണ ഏജൻസികളുടെ പരിധിയിൽ വരുമ്പോഴും അതിൻ്റെ എത്രയോ ഇരട്ടിയായിരിക്കും യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് നമ്മൾ കാണണം. കാരണം ഇത് ഈ ഓണറൊക്കെയാണല്ലോ, സോഷ്യൽ ഓണറൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഇന്ന് ഈ 2 വാർത്ത ഒരുമിച്ച് വന്നത് നന്നായി. നമ്മുടെ മുമ്പിൽ ഈ കോതമംഗലത്തെ ഈ മതം മാറ്റ കേസ് അവളോട് പറയുന്നതാണ്. ഒന്ന് ആലോചിച്ച് നോക്കും. ഞാൻ രജിസ്റ്റർ മാരേജിന് എന്ന് പറഞ്ഞിട്ടാണ് ഇവൻ കൊണ്ടുപോകുന്നത് ഈ കുട്ടിയെ, സോനയെ. എന്നിട്ട് കൊണ്ടുപോകുന്ന വീട്ടിലേക്കാണ്. എന്നിട്ട് വീട്ടിൽ അടച്ചിട്ടിട്ട് കുടുംബങ്ങൾ ഒരുമിച്ച് ചേർന്നിട്ട് ഇവളെ നിർബന്ധിക്കുകയാണ് മതം മാറാൻ. ഒടുവിൽ ഗത്യന്തരമില്ലാതെ മതം മാറാമെന്ന് അവള് സമ്മതിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോരും. എൻ്റെ കൂട്ടുകാരിയെ കാണാൻ പോവാണ് എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോന്നിട്ടാണ് അവൾ ആത്മഹത്യ ചെയ്യുന്നത്. അതാണ് അതിൻ്റെ ചിത്രം. അപ്പോൾ ഇതിലിപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ MESന്റെ ഡോക്ടർ ഫസൽ ഗഫൂർ പറയുന്നുണ്ട്, ഇവൻ യൂസ്ലെസ്സും എന്താണ് പറയുക, റാസ്കലാണ്, അവനെ അതിഭീകരമായി തന്നെ അങ്ങനെ തന്നെ കൈകാര്യം ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ MESന്റെ ഈ ഭാരവാഹി കൂടിയായ ഇദ്ദേഹം പറയുന്നത്, ഈ ഫസൽ ഗഫൂർ പറയുന്ന ആദ്യമൊക്കെ ഈ ലവ് ജിഹാദ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അല്ല ഇല്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏതാണ്ട് സമ്മതിക്കുകയാണ് അല്ലെ, ഇത്തരം നീക്കങ്ങൾ നടത്തുന്നുണ്ടോ? ഇവരിപ്പോൾ കിടന്ന് ഉരുളുകയാണ്. കാരണം എന്താ വെച്ചാൽ ലവ് ജിഹാദ് ഇല്ല, എന്നാൽ പ്രണയം നടിച്ച് മതം മാറുന്നുണ്ടോ? ഉണ്ട്. രണ്ടും ക്രിമിനൽസ്. ഇത് രണ്ടും ഒന്നല്ലേ? ഇത് രണ്ടും ചേർത്തല്ലേ? ലവ് ജിഹാദ് എന്ന പേര് വേണോ വേണ്ടേന്നൊക്കെ ഒരു കാലഘട്ടത്തിൽ ഒരു പ്രത്യേക തരം കുറ്റകൃത്യം വരുമ്പോൾ അതിന് ആളുകൾ വിളിക്കുന്ന പേരാണ്. അത് എവിടെയെങ്കിലും കണ്ടിട്ട് ഏതെങ്കിലും ഒരു മതഗ്രന്ഥത്തിൽ ലവ് ജിഹാദ് എന്നുള്ള വാക്കുണ്ടാവും? അതുണ്ടാവില്ല. ലവിന്റെ പേരിൽ മതം മാറ്റം നടക്കുന്നു. പ്രണയത്തെ ഒരു മറയാക്കി, ഒരു കെണിയാക്കി ആഗോള മതം മാറ്റ ലോബിയുടെ ഭാഗമായി മാറുന്നവരുണ്ടോ എന്നുള്ളതാണല്ലോ ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യന് നേർക്കുനേരല്ല ആൻസർ പറയുന്നത്. യെസ്, ഇറ്റ് ഈസ് ദേർ എന്നല്ലേ പറയേണ്ടത്, ഉണ്ട് എന്നല്ലേ പറയേണ്ടത്. അത് പറയുന്നതിന് പകരം അതില്ല എന്നാൽ ഇതുണ്ട് എന്ന് പറഞ്ഞു കളിക്കുകയാണ്. ഈ സമയത്താണ് ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഈ വാർത്ത. അത് UP-യിൽ നിന്നാണ്. ആലോചിച്ച് നോക്കൂ, UP-യിൽ നിന്ന് വന്നത്. ഇപ്പോൾ കേരളത്തിൽ വേണമെങ്കിൽ ഇപ്പോൾ ഈ മുഹമ്മദ് ഷറഫ് റിസ്വിക്ക് അതേ പേരിൽ തന്നെ പ്രൊഫൈൽ തുടങ്ങിയാലും ഇവിടെ ചില തട്ടിപ്പുകൾ നടത്താൻ പറ്റിയത്. കാരണം കേരളത്തിൻ്റെ ഒരു അങ്ങനെയാണല്ലോ, പരസ്പരം എല്ലാ ജാതിക്കാരും സമുദായക്കാരെയും പരസ്പരം ഇഷ്ടപ്പെടുകയും പ്രണയിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പൊതു രീതിയുണ്ട്. UP-യിൽ അതിന് പകരം ഈ ഷാദി.com കയറുകയാണ്. എന്നിട്ട് തൻ്റെ പേരിൽ നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ, യഥാർത്ഥ പേരിൽ നടക്കാത്തപ്പോൾ സിഖുകാരൻ്റെ പേരിൽ പ്രൊഫൈൽ തുടങ്ങുക, അല്ലെങ്കിൽ ഹിന്ദുവിൻ്റെ പേര് പ്രൊഫൈൽ തുടങ്ങുക. ഈ തരത്തിലുള്ള തട്ടിപ്പുകൾ നടക്കുന്നു എന്ന് കാണാനും അത് സമ്മതിക്കാനും വൈകിയിരിക്കുന്നു നമ്മുടെ പൊതുസമൂഹം. അപ്പോൾ ഇനിയെങ്കിലും സർക്കാർ ഇക്കാര്യത്തിൽ പറയേണ്ടത് പറയണം. കൃത്യമായൊരു സോഷ്യൽ ഓഡിറ്റ് വേണം. എനിക്ക് തോന്നുന്നത് കേരള പോലീസിനെ അല്ലെങ്കിൽ പോലീസ് വകുപ്പിനേക്കാളേറെ ഇത് ചെയ്യാൻ ബാധ്യതപ്പെട്ട പല സോഷ്യൽ ഏജൻസികളുണ്ട്. നമ്മുടെ സാമൂഹ്യക്ഷേമ വകുപ്പിന് അതിന് ആളുകളുണ്ട്. നമ്മുടെ ഇപ്പോൾ ആശാ വർക്കർമാർ, ആരോഗ്യ പ്രവർത്തകർ, അംഗൻവാടി വർക്കേഴ്സ്, ഇങ്ങനെയുള്ള ആളുകളെ ഓരോ വീട്ടിലും നടക്കുന്ന ഡെവലപ്മെൻ്റ് എന്ന് അവരറിയാഞ്ഞിട്ടല്ല, അതൊക്കെ അവരറിയുന്നുണ്ട്. അവർ പലപ്പോഴും നാട്ടുകാരെ പേടിച്ചിട്ടും കുടുംബങ്ങളെ പേടിച്ചിട്ടും ഒക്കെ ഇത് പറയാതിരിക്കുകയാണ്. പോലീസ് അല്ലാത്ത സോഷ്യൽ ഓഡിറ്റിംഗ് ഏജൻസിയെ കൊണ്ടല്ലാതെ ലവ് ജിഹാദ് കണ്ടെത്താനാവില്ല എന്നാണ് എനിക്ക് കേരളത്തിൻ്റെ ഒരു
പൊതുബോധം വെച്ച് നമുക്ക് പറയാനാവുക. എന്തായാലും ഇതൊരു പാഠമാകട്ടെ. പ്രത്യേകിച്ച് ഈ ഇത്തരം വിവാഹ മാട്രിമോണിയൽ സൈറ്റുകളിലൊക്കെ പെട്ടുപോകാതിരിക്കാൻ മാത്രം അത് വേണ്ടത്ര അന്വേഷിച്ചതിന് ശേഷമല്ലാതെ ഫിസിക്കൽ റിലേഷൻ ഉൾപ്പെടെയുള്ള സംഗതികളിലേക്ക് പോകുമ്പോൾ, കല്യാണത്തിന് മുമ്പ് ഏതെങ്കിലും തരത്തിലുള്ള ഫൈനാൻഷ്യൽ കമ്മിറ്റ്മെൻറ്റ് നടത്തുമ്പോൾ എല്ലാവർക്കും ഇതൊരു പാഠമായിരിക്കണം. കരുതലോടെ ഇരിക്കുക. നിങ്ങളെ മതം മാറ്റാനുള്ള ആഗോള ലോബിയുടെ ഒരു ഏജൻ്റ് ആവാം നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ഈ പ്രൊഫൈൽ എന്ന് ഓർക്കുന്നത് എല്ലാവർക്കും നല്ലതാണ്. സ്ത്രീകൾക്ക് മാത്രമല്ല, നമ്മുടെ നാട്ടിലെ സാമൂഹ്യ ബോധമുള്ള അവകാശ ബോധമുള്ള എല്ലാ പൗരന്മാർക്കും നല്ലതാണ്. ഒരു പാഠമായിരിക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.